Good afternoon, everyone. So, today we are moving on to a new topic, that is another modern business approach or management approach. We have already discussed total quality management and Kaizen, and this is the third modern business practice or modern business approach, that is open book management approach. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. ബിഫോർ എൻറ്ററിങ് ഇൻ ടു ദ ടോപ്പിക് ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ഐ വുഡ് ലൈക്ക് ടു ഗീവ് യു സ്മോൾ idea about open book management. This open book management is actually giving much freedom to employees. That means the employees are given a feel that they are very important to the organization because almost all things are discussed with them. That means they will have a feeling that the company is actually belongs to them. സോ നമ്മളുടെ സ്വന്തമാണ് ഒരു സംഗതി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനോടുള്ള ആത്മാർത്ഥത കൂടുമല്ലോ. അപ്പോൾ ഈ ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന് മൊത്തം അങ്ങനെ ഒരു തോന്നൽ വരികയാണ്, ഞങ്ങളുടെ സ്വന്തമാണ് ഈ കമ്പനി. അപ്പോൾ ആ കമ്പനിക്ക് വേണ്ടി അവർ വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അപ്പോൾ ആ ഒരു ഫീൽ, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഫീലിംഗ് എമംഗ് ദി എംപ്ലോയീസ്, this open book management approach is implemented in the companies. So that's the introduction, and now we can see what is open book management. It is a management phrase, or it is a management approach that is coined by John Case, and he began using this term on 1993. അപ്പോൾ ജോൺ കേസ് ആണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്, ആൻഡ് ഹി സ്റ്റാർട്ടഡ് യൂസിങ് ദിസ് പെർട്ടിക്കുലർ ടേം ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് 1993. അപ്പോൾ ഈ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ബുക്ക്, തുറന്ന പുസ്തകം. ആ വ്യക്തി ഒരു തുറന്ന പുസ്തകമാണ്, ഒരു ഓപ്പൺ ബുക്കാണ്. അപ്പോൾ നത്തിങ് ദെയർ ടു ഹൈഡ്. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്നൊക്കെ മഹാന്മാർ പറയുമല്ലോ. ദാറ്റ് മീൻസ് ദെർ ഇസ് നത്തിങ് ടു ഹൈഡ്. ഇറ്റ് ഈസ് ഓപ്പൺ ടു എവ്രി വൺ. ഓൾ ദ ഇൻഫോർമേഷൻ ഈസ് റെഡിലി അവൈലബിൾ ടു എവ്രി വൺ. അത് തന്നെയാണ് ഈ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിൻ്റെയും അർത്ഥം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ ബേസിസ് ഓഫ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ്, നമുക്കൊരു 3 പോയിൻ്റായിട്ട് ഈ ബേസിസ് എന്താണ് ഓപ്പൺ ബുക്ക് എന്നുള്ളത് നോക്കാം. ദ ഇൻഫോർമേഷൻ റിസീവ്ഡ് ബൈ എംപ്ലോയീസ് should not only help them to do their jobs effectively, but help them to understand how the company is doing as a whole. നോർമലി സാധാരണ എല്ലാ കമ്പനികളിലൊക്കെ എന്താ ചെയ്യുക, ഒരു എംപ്ലോയിക്ക് അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ ജോബ് എന്താണോ അത് വൃത്തിയായിട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും ഇൻഫോർമേഷൻസും കൊടുക്കും. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അയാളെ അറിയിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസ് എന്താ, ദ ഇൻഫോർമേഷൻ ഈസ് ഗിവൺ ടു എംപ്ലോയീസ് and that information is not limited to do their jobs. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, the information, all sorts of informations are given to the employee. ആ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കേവലം അയാളുടെ ജോലി വൃത്തിയായിട്ട് ചെയ്യാൻ അയാളെ സഹായിക്കുന്ന ഇൻഫോർമേഷൻസ് മാത്രമല്ല കൊടുക്കുന്നത്, മറിച്ചോ ആ കമ്പനി മൊത്തത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ആ കമ്പനി മൊത്തത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ഹോൾ പിക്ചർ അയാൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ അയാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അയാൾ ചെയ്യേണ്ട ജോലി അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ഇൻഫോർമേഷൻസും ഡയറക്ഷൻസും മാത്രമല്ല, ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ കുറിച്ചിട്ടും ആ കമ്പനി മൊത്തത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് വരെയുള്ള കാര്യങ്ങൾ അയാളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളും അയാളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അക്കോർഡിംഗ് ടു John Case, a company performs best when its people sees themselves as partners in the business rather than hired hands. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഈ ജോൺ കേസ് കൊണ്ടുവന്നത് തന്നെ എന്തുകൊണ്ടാണ്, ആ ഒരു കമ്പനി നമ്മളെ സ്വന്തമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആ കമ്പനിയുടെ പാർട്ട്നേഴ്സാണ് എന്നൊരു ഫീല് ശരിക്കും അങ്ങനെ ആവണമെന്നില്ല. ആ കമ്പനി എൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പാർട്ട്ണറിനെ പോലെയാണ് ഞാൻ, കാരണം എന്നോട് എല്ലാ ഇൻഫോർമേഷൻസും ഷെയർ ചെയ്യാറുണ്ട്. ഈ ഒരു ഫീൽ അയാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു എംപ്ലോയിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഹി വിൽ വർക്ക് വിത്ത് ഫുൾ പൊട്ടൻഷ്യൽ. അതേസമയം ഞാനൊരു വാടകക്കാരനാണ്, അല്ലെങ്കിൽ എന്നെ തൊഴിലാളിയാണ്, എംപ്ലോയിയാണ്, അപ്പോൾ അയാൾക്ക് ആത്മാർത്ഥത കുറയും. അപ്പോൾ ജോൺ കേസ് പറഞ്ഞത് തന്നെ, കമ്പനി പെർഫോംസ് ബെസ്റ്റ് വെൻ ഇറ്റ്സ് പീപ്പിൾ സീ ദംസെൽഫ് ആസ് പാർട്ട്നേഴ്സ്. ആ എംപ്ലോയീസ് അവരെ തന്നെ ആ കമ്പനിയുടെ പാർട്ട്നേഴ്സായിട്ട് സ്വന്തമായിട്ട് കാണുകയാണെങ്കിൽ അവർ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യും. അല്ലാതെ അവർ വാടകയ്ക്കെടുത്ത ആൾക്കാരാണെന്നുള്ള ചിന്ത അവർക്കൊരിക്കലും വരരുത്. ദ ടെക്നിക് ഈസ് ടു ഗിവ് എംപ്ലോയീസ് ഓൾ റിലവൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനി സോ ദേ ക്യാൻ മേക്ക് ബെറ്റർ ഡിസിഷൻസ് ആസ് വർക്കേഴ്സ്.
അപ്പോൾ ആ ഒരു എംപ്ലോയിക്ക് ആ എംപ്ലോയി അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, അതല്ലാതെ കമ്പനിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളും കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഇൻഫോർമേഷൻസും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വഴിയായിട്ട് they will get a better idea of the company, and they will get a feel that they are important to the company, and definitely they can make better decision as workers. അവർക്കൊരു ഫ്രീഡം കുറച്ചും കൂടി അധികം കൊടുക്കുകയാണ്. അപ്പോൾ അവരായിട്ട് ഒരു ഓപ്പൺ ബുക്കായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന പരിപാടിയാണ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ക്യാൻ സീ സം ഓഫ് ദ ബേസിക് റൂൾസ് ആൻഡ് 3 മെയിൻ പോയിൻറ്റ്സ് ഫോർ ഓപ്പൺ ബുക്ക്. അപ്പോൾ ബേസിക് റൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോ ആൻഡ് ടീച്ച് ദ റൂൾസ്, follow the action and keep score, provide a stake in the outcome. ഇതാണ് ഓപ്പൺ ബുക്കിൻ്റെ പ്രധാനപ്പെട്ട 3 റൂളുകൾ. നോ ആൻഡ് ടീച്ച് ദ റൂൾസ്, ഫോളോ ദി ആക്ഷൻ ആൻഡ് കീപ് സ്കോർ, പ്രൊവൈഡ് എ സ്റ്റേക്ക് ഇൻ ദ ഔട്ട്കം. വി ക്യാൻ ഡിസ്കസ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. എന്താണ് നോ ആൻഡ് ടീച്ച് ദ റൂൾസ്? എവറി എംപ്ലോയി ഷുഡ് ബി ഗിവൺ ദ മെഷർ ഓഫ് ബിസിനസ് സക്സസ് ആൻഡ് ടോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദം. കൃത്യമായിട്ട് ഒരു കമ്പനിയുടെ സക്സസ് വേണ്ടത് എന്താണ്, അതിന് വേണ്ട മെഷേഴ്സ് എന്തൊക്കെയാണ്, ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ള ഒരു കമ്പനിയുടെ ബിസിനസ്സിൻ്റെ സക്സസ്സിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്, അതിന് എടുക്കേണ്ട മെഷേഴ്സും ആക്ഷൻസും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നാൽ മാത്രം പോരാതെ എല്ലാ എംപ്ലോയീസിനെയും പഠിപ്പിക്കുകയും വേണം, ടീച്ച് ചെയ്യുകയും വേണം. ദാറ്റ് മീൻസ് ദോസ് ഇൻഫോർമേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഷുഡ് ബി റെഡിലി അവൈലബിൾ ടു ഈച്ച് ആൻഡ് എവരി എംപ്ലോയീസ്. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ റൂൾ അതാണ്. ഫോളോ ദി ആക്ഷൻ ആൻഡ് കീപ് സ്കോർ. എവരി എംപ്ലോയി ഷുഡ് ബി എക്സ്പെക്റ്റഡ് ആൻഡ് എനേബിൾഡ് ടു യൂസ് ദെയർ നോളജ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. ഫോളോ ദി ആക്ഷൻ ആൻഡ് കീപ് സ്കോർ. ഈ ഒരു പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എംപ്ലോയീസ് ഈസ് ഗിവൺ മച്ച് ഫ്രീഡം. ദേ ആർ ആസ്ക്ഡ് ടു ഡു ദെയർ വർക്ക് ഇൻ ദെയർ ഓൺ വേ. ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പർട്ടിക്കുലർ വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ഫോളോ ദി ആക്ഷൻ. ആ ജോലി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിന് ടാസ്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദ എംപ്ലോയി ഈസ് ഗിവൺ കംപ്ലീറ്റ് ഫ്രീഡം ടു ഡു എ പർട്ടിക്കുലർ ജോബ് ഇൻ ദ വേ ഹീ ഈസ് ഡൂയിങ് ഇറ്റ്. അയാൾ എങ്ങനെയാണോ ആ ജോലിയെ സമീപിക്കുന്നത് ആ രീതിയിൽ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം അയാൾക്ക് കൊടുക്കുക. അതുവഴിയായിട്ട് ഓരോ എംപ്ലോയീസിനെയും അനലൈസ് ചെയ്യുക. സോ എവരി എംപ്ലോയി ഷുഡ് ബി എക്സ്പെക്റ്റഡ് ആൻഡ് എനേബിൾ ടു യൂസ് ദെയർ നോളജ്. അയാളുടെ ഒരു നോളജ് ഉപയോഗിച്ച് അയാൾ ആ ജോലി ചെയ്യട്ടെ. അങ്ങനെ അയാളുടെ പെർഫോമൻസ് കീപ് സ്കോർ എപ്പോഴും ഇമ്പ്രൂവ് ആക്കിക്കൊണ്ടിരിക്കുക. മൂന്നാമത്തെ പോയിൻ്റ് എന്താ പറയുന്നത്? പ്രൊവൈഡ് എ സ്റ്റേക്ക് ഇൻ ദി ഔട്ട്കം. എവരി എംപ്ലോയി ഷുഡ് ബി ഹാവ് എ ഡയറക്റ്റ് സ്റ്റേക്ക് ഇൻ ദ കമ്പനി സക്സസ് ആൻഡ് ഇൻ ദ റിസ്ക് ഓഫ് ഫെയിലിയർ. ഈ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവകാശമാണ്. പ്രൊവൈഡ് എ സ്റ്റേക്ക് ഇൻ ദി ഔട്ട്കം. ചില സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവരുടെ എംപ്ലോയീസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക. അവർക്ക് മാസം ശമ്പളമുണ്ട്. മാസം ശമ്പളം കൂടാതെ ആ കമ്പനിക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം എല്ലാ എംപ്ലോയീസിനുമായിട്ട് ശമ്പളം കൂടാതെ വീതിച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ആ ശമ്പളം മാത്രമല്ല, ആ കമ്പനിക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടും എംപ്ലോയീസിനൊരു മോട്ടിവേഷൻ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിലും എന്താണ്? പ്രൊവൈഡ് എ സ്റ്റേക്ക് ഇൻ ദി ഔട്ട്കം. കമ്പനിയുടെ ഔട്ട്കമ്മിന് ഒരു അവകാശം കൊടുക്കുക. എവറി എംപ്ലോയി ഷുഡ് ഹാവ് ഗിവൻ എ ഡയറക്റ്റ് സ്റ്റേക്ക് ഇൻ ദ കമ്പനി സക്സസ്. കമ്പനിക്ക് സക്സസ് ആണെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിലും അതിലെ ഒരു പങ്ക് എംപ്ലോയിക്കും വഹിക്കാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ഒരിക്കലും ഫെയിലിയറിലേക്ക് പോകാൻ ആരും ശ്രമിക്കില്ല. സക്സസ് തന്നെയായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം. സോ ദീസ് ആർ ദ ബേസിക് റൂൾസ് ഫോർ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ്. നോ ആൻഡ് ടീച്ച് ദ റൂൾസ്, ഫോളോ ദി ആക്ഷൻ ആൻഡ് കീപ് സ്കോർ, പ്രൊവൈഡ് എ സ്റ്റേക്ക് ഇൻ ദി ഔട്ട്കം. ഇനി ഓപ്പൺ ബുക്കുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിൻറ്റ്സും കൂടി നമുക്ക് നോക്കാം. ദ കമ്പനി ഷുഡ് ഷെയർ ഫിനാൻസസ് ആസ് വെൽ ആസ് ക്രിട്ടിക്കൽ ഡാറ്റ വിത്ത് ഓൾ എംപ്ലോയീസ്. കമ്പനി ഫിനാൻഷ്യൽ ഡാറ്റ അടക്കം എല്ലാ തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മുഴുവൻ എല്ലാ എംപ്ലോയീസുമായിട്ട് ഡിസ്കസ് ചെയ്യണം, കൊടുക്കണം. ദ എംപ്ലോയീസ് ആർ ചലഞ്ച്ഡ് ടു മൂവ് ദ നമ്പേഴ്സ് ഇൻ എ ഡയറക്ഷൻ ദാറ്റ് ഇംപ്രൂവ്സ് ദ കമ്പനി. എംപ്ലോയീസിന് എപ്പോഴും ഒരു ചലഞ്ച് കൊടുക്കണം, ഒരു ടാസ്ക് മുന്നിൽ കൊടുക്കണം, അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, നമ്പേഴ്സ്, മൂവ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. ആ ഇമ്പ്രൂവ്മെൻറ്റ് മൊത്തത്തിലുള്ള കമ്പനിയുടെ ഇമ്പ്രൂവ്മെൻറ്റായി മാറുന്ന രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളാവാൻ ശ്രദ്ധിക്കുകയും വേണം. എംപ്ലോയീസ് ഷെയർ ഇൻ കമ്പനീസ് പ്രോസ്പെരിറ്റി. അതാണ് ഇവിടെ സ്റ്റേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വഴിയായിട്ട് അവകാശം കൊടുക്കുന്നതായിട്ട്. എംപ്ലോയീസ് ഷെയർ ഇൻ കമ്പനീസ് പ്രോസ്പെരിറ്റി. കമ്പനിക്കൊരു പ്രോസ്പെരിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയറും ആർക്കുണ്ടാവും? എംപ്ലോയീസിന് ഉണ്ടാവണം. ദാറ്റ് മീൻസ് നല്ല ഔട്ട്കം ആണെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം സ്റ്റേക്ക് എംപ്ലോയീസിനും കൊടുക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ഈ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്തതിൽ
കുറച്ച് ഫാക്റ്റുകളാണ് ഈ കാണുന്നത്. 36% ഓഫ് ദി ഫാസ്റ്റ് ഗ്രോയിങ് ഫേംസ് പ്രാക്ടീസ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ്, 22% സ്ലോ ഗ്രോത്ത് ഫേംസ് ആൻഡ് 8% ഓഫ് നോ ഗ്രോത്ത് ഫേംസ് ആൻഡ് 13% ഡിക്ലൈൻ ഫേംസ്. നമുക്ക് നോക്കിയാൽ തന്നെ മെജോറിറ്റി ഓഫ് ദി ഗ്രോയിങ് ഫേംസ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഫേമുകളും ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന, ഡിക്ലൈൻ ചെയ്യുന്നതിൽ 13% മാത്രമേ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അങ്ങോട്ട് ഗ്രോത്തും ഇല്ല ഡിക്ലൈനും ഇല്ല എന്നുള്ള രീതിയിൽ 8% കമ്പനികൾ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സ്ലോ ഗ്രോത്ത് ഫേംസിൽ 22%. അപ്പോൾ മെജോറിറ്റി ഓഫ് ദ പേഴ്സൺസ് ഹു ആർ യൂസിങ് ദി ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് ഈസ് ഫാസ്റ്റ് ഗ്രോയിങ് ഫേംസ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമുക്ക് നോക്കാം. ഹയർ ഗ്രോത്ത് റേറ്റ്സ് ഇൻ സെയിൽ ആൻഡ് സ്റ്റാഫ് ഫേംസ് യൂസിങ് OBM കമ്പയർഡ് ടു അതർ peers. ഹയർ ആവറേജ് ഗ്രോത്ത് ഓഫ് റേറ്റ് ഓവറോൾ ഫോർ ദി OBM ഫേംസ്. നമ്മൾ OBM ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ കോമ്പറ്റീറ്ററിനേക്കാളും 1.66% ഹയർ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ കോമ്പറ്റീറ്ററിനേക്കാളും 9% ആവറേജ് ഗ്രോത്ത് റേറ്റ് ഓവറോൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞാൽ 81% ഓഫ് ദി ബെസ്റ്റ് ഫേംസ് ടു വർക്ക് ഫോർ അവാർഡ് വിന്നേഴ്സ് ഷെയർഡ് റവന്യൂ ഡാറ്റ വിത്ത് ഓൾ എംപ്ലോയീസ്. ബെസ്റ്റ് ഫേംസ് ടു വർക്ക് ഫോർ അവാർഡ് വിന്നേഴ്സ് ഷെയർഡ് റവന്യൂ ഡാറ്റ വിത്ത് ഓൾ എംപ്ലോയീസ്. ദാറ്റ് മീൻസ് റവന്യൂ ഡാറ്റ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, OBM ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോളോ ചെയ്തതാണ് 81%. 65% ഷെയർഡ് പ്രോഫിറ്റ് ഡാറ്റ വിത്ത് ഓൾ എംപ്ലോയീസ്. ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രോഫിറ്റ് ഡാറ്റ ഒക്കെ എംപ്ലോയീസിനോട് ഷെയർ ചെയ്തതിന് വഴിയായിട്ടാണ് 65% സക്സസ്ഫുൾ ആയത്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ബേസിക് റൂൾസും 3 മെയിൻ പോയിൻറ്റ്സും ഓപ്പൺ ബുക്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചില ഫാക്റ്റുകൾ കണ്ടു. I think you are clear with the concept of open book management. Okay, so next day we will discuss another topic. Thank you so much.